നമസ്കാരം. 2025 മെയ് മാസം 1-ാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളും നക്ഷത്രഫലവും കേൾക്കുവാൻ എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് മേടമാസം 18-ാം തീയതിയാണ് വ്യാഴാഴ്ച ദിവസം. ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ വൈശാഖ മാസം 11-ാം തീയതിയാണ് വ്യാഴാഴ്ച ദിവസം. വ്യാഴാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ 6:10 അസ്തമയം വൈകുന്നേരം 6:28 വ്യാഴാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി ചതുർത്ഥി തിഥിയാണ്. ചതുർത്ഥി തിഥി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 11:29 വരെ ഉണ്ടായിരിക്കുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വ്യാഴാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം മകീര നക്ഷത്രമാണ്. മകീര നക്ഷത്രം ആരംഭിക്കുന്നത് ബുധനാഴ്ച വൈകുന്നേരം 4:19 അവസാനിക്കുന്നത് വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 2:22 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ മകയിരം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മകയിര നക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ 2 പാദം ഇടവക്കൂറിലും പിന്നീടുള്ള 2 പാദം മിഥുനക്കൂറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ സമയം പറഞ്ഞു തരാം. ബുധനാഴ്ച വൈകുന്നേരം 4:19 മുതൽ വ്യാഴാഴ്ച പുലർച്ചെ 4:19 വരെയുള്ള സമയമാണ് ഇടവക്കൂറിൽപ്പെട്ട മകീരൻ 2 പാദ നക്ഷത്ര സമയം. ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ മകീര നക്ഷത്രമാണെങ്കിലും ഇടവക്കൂറിൽപ്പെട്ട മകീരം 2 പാദ നക്ഷത്ര ജാതകരാണെന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. വ്യാഴാഴ്ച ദിവസം മകീര നക്ഷത്രം 27 നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ സ്വാധീനിക്കുന്നു. ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞു തരാം. വ്യാഴാഴ്ച ദിവസം അവിട്ടം, ചതയം, ഭരണി, രോഹിണി, രേവതി, അത്തം, ചിത്തിര ഇത്രയും നാളുകാർ ജീവിതത്തിൽ അനുകൂലമായ നല്ല അനുഭവങ്ങൾ കൊടുക്കുന്ന ദിവസമാണെന്ന് ജ്യോതിഷം പറയുന്നു. ഈ നക്ഷത്രത്തിൻ്റെ പൊരുത്തം കൊണ്ടാണ് ഈ നാളുകാർക്ക് അവിട്ടം, ചതയം, ഭരണി, രോഹിണി, രേവതി, അത്തം, ചിത്തിര എന്നീ നാളുകാർ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. വ്യാഴാഴ്ച ദിവസം മകീര നക്ഷത്രപ്രകാരം വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 2:22 വരെ പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ചോതി, കാർത്തിക, അശ്വതി, ഉത്രട്ടാതി, തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, വിശാഖ 3/4 ഇത്രയും നാളുകാർക്ക് പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ പ്രതികൂലമായ ജീവിതാനുഭവങ്ങളോ വ്യാഴാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 2:22 വരെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 2:22 കഴിഞ്ഞാൽ പിന്നെ തിരുവാതിര നക്ഷത്രമാണ് ആരംഭിക്കുക എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 2:22 മുതൽ തിരുവാതിര നക്ഷത്രമാണ് വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞിരിക്കണം. വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 2:22 മുതൽ തിരുവാതിര നക്ഷത്രപ്രകാരമുള്ള ജീവിതാനുഭവങ്ങളാണ് വെള്ളിയാഴ്ച സൂര്യോദയ സമയം വരെയും വന്നു ചേരുക എന്നുള്ളതും പ്രത്യേകം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് വ്യാഴാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 2:22 മുതൽ തിരുവാതിര നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നതും പറഞ്ഞു തരാം. ശ്രദ്ധയോടുകൂടി കേൾക്കുക. വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 2:22 മുതൽ തിരുവാതിര നക്ഷത്രം ആരംഭിക്കുകയാണ്. തിരുവാതിര നക്ഷത്രപ്രകാരമാണ് വെള്ളിയാഴ്ച സൂര്യോദയം വരെയുള്ള ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുക. ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് ആദ്യം പറഞ്ഞു തരാം. തിരുവാതിര നക്ഷത്രപ്രകാരം വ്യാഴാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 2:22 മുതൽ ചതയം, പൂരുട്ടാതി, കാർത്തിക, മകേരം, അശ്വതി, ചിത്തിര, ചോതി ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക അതായത് തിരുവാതിര നക്ഷത്രപ്രകാരം വ്യാഴാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 2:22 മുതൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ രോഹിണി, രേവതി, ഭരണി, അനിഴം, തൃക്കേട്ട, തിരുവോണം, ഉത്രാടം ഇത്രയും നാളുകാരുടെ ജീവിതത്തിലും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി വ്യാഴാഴ്ച ദിവസം ശുഭസമയം പറഞ്ഞു തരാം. വ്യാഴാഴ്ച ദിവസം രാവിലെ 6:10 മുതൽ 10:40 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് ഉച്ച കഴിഞ്ഞ് 1:40 മുതൽ 4:40 വരെയുള്ള സമയവും ശുഭസമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ഈ അധ്യായത്തിൽ പറയുന്നത് സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറഞ്ഞുതരാം. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. തീയതി 1 ഏതൊരു മാസത്തെ 1, 10, 19, 28 10ഉം 19ഉം 28ഉം ഒക്കെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ 1 വരും. അപ്രകാരം വ്യാഴാഴ്ച ദിവസം അനുകൂലമായ ദിവസമാണ്. അതായത് ഏതൊരു മാസത്തെയും 1, 10, 19, 28 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ദിവസമാണ്. കൂടുതൽ
ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകാൻ വേണ്ടി മഞ്ഞ, ഇളനീല, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടവും ഉത്തമമായ ഫലങ്ങൾ അവരെ തേടി വരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. ഇനിയും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. പ്രിയമുള്ളവരെ മറന്നു പോകരുത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ഒരു വലിയൊരു സപ്പോർട്ട് തന്നെയാണ്, വലിയൊരു പിന്തുണ തന്നെയാണ് പ്രിയപ്പെട്ടവർ നൽകുക എന്നുള്ളത് എനിക്കറിയാം. മഹാദേവൻ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കും. ഇനി വ്യാഴാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 2:22 വരെ മകര നക്ഷത്രമാണ്. മകര നക്ഷത്രപ്രകാരം ധനപരമായ നേട്ടം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. രോഹിണി, പൂരം, പൂയം, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി, ഭരണി, മകയിരം ഇത്രയും നാളുകാർക്ക് ബുധനാഴ്ച വൈകുന്നേരം 4:19 മുതൽ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 2:22 വരെ ധനപരമായ നേട്ടം ഉണ്ടായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 2:22 മുതൽ വെള്ളിയാഴ്ച സൂര്യോദയ സമയം വരെയും ധനപരമായ നേട്ടം വന്നു ചേരുന്ന നാളുകാർ. തിരുവാതിര നക്ഷത്രപ്രകാരം ധനപരമായ നേട്ടം വന്നു ചേരുന്ന നാളുകാർ മകയിരം, ആയില്യം, ഉത്രം, ചോതി, കേട്ട, ഉത്രാടം, ചതയം, രേവതി, കാർത്തിക, തിരുവാതിര ഇത്രയും നാളുകാർക്ക് തിരുവാതിര നക്ഷത്രപ്രകാരം വ്യാഴാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 2:22 മുതൽ വെള്ളിയാഴ്ച സൂര്യോദയ സമയം വരെയും ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനിയും ലോട്ടറി ഭാഗ്യമാണ് പറയുന്നത്. ലോട്ടറി ഭാഗ്യം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരൻ 2 പാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതംകാല്, പൂയം, ആയില്യം നാളുകാർക്ക് പ്രതീക്ഷിക്കാം. ചിങ്ങക്കുറിൽപ്പെട്ട മകം, പൂരം, ഉത്രം കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാം. കുംഭക്കുറിൽപ്പെട്ട അവിട്ടൻ 2 പാദം, ചതയം, പൂർട്ടാതി മുക്കാൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും പറയുന്നത് നക്ഷത്രഫലം. നക്ഷത്രഫലം പ്രധാനപ്പെട്ട ജീവിതാനുഭവങ്ങളെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. വ്യാഴാഴ്ച ദിവസമാണ്. അപ്പോൾ വ്യാഴാഴ്ച ദിവസം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് നല്ല അനുഭവങ്ങളും മോശമായ അനുഭവങ്ങളും ഒക്കെ വന്നു ചേരുക എന്നത് അതിനെക്കുറിച്ചാണ് പറയുന്നത്. നക്ഷത്രഫലം ശ്രദ്ധയോടുകൂടി കേൾക്കുക, അതനുസരിച്ച് ജീവിതം ക്രമീകരിച്ച് പോവുക. തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും. അതിനുവേണ്ടിയാണ് നക്ഷത്രഫലം ഓരോ ദിവസവും പറഞ്ഞു തരുന്നത്. അപ്പോൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം തന്നെ പറയാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. അപ്പോൾ അവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ജോലിയിൽ അധികാരശക്തി വന്നു ചേരുന്നൊരു ദിവസമാണ്. അല്ലെങ്കിൽ പുതിയ ജോലിയൊക്കെ അധികാരശക്തിയുള്ള ജോലി ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. ധനനേട്ടമൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് ധനനേട്ടം ഉണ്ടാകുന്നൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഈ ജാതകർക്കുള്ളത് എന്നുള്ളതും പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം മേടക്കുറുകാരെ സംബന്ധിച്ച് ചിലർക്ക് 12ൻ്റെ അധിപനായിട്ടാണ് വ്യാഴം അവരെ സ്വാധീനിക്കുന്നതെങ്കിൽ അവർക്ക് മേൽപ്പറഞ്ഞ നേട്ടങ്ങളൊന്നും അതിനെ വന്നു ചേരത്തില്ല. അവർക്ക് ധനപരമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടാകണമെന്നില്ല. അതല്ലാതെ ഭാഗ്യഭാവത്തിൻ്റെ അധിപനായിട്ടാണ് വ്യാഴം അവരെ സ്വാധീനിക്കുന്നതെങ്കിൽ ഭാഗ്യത്തിൽ കൂടി ധനം വന്നു ചേരുവാനും ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരുവാനും പല കാര്യങ്ങളും ഭാഗ്യവശാൽ ജീവിതത്തിലൊരു നേട്ടമായി തീരുവാനും സാധ്യതയുള്ള ദിവസമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉൾപ്പെടെയുള്ള ഒരുപാട് നേട്ടങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും ലോട്ടറി ഭാഗ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് അനുകൂലമായി വന്നു നിൽക്കുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടവും അനുകൂലമായി നിൽക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കുന്ന ദിവസമാണെന്നുള്ളത് മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് പുതിയ സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങിക്കുവാൻ അനുകൂലമായ ഒരു ദിവസമാണ്. ധനസ്ഥിതിയൊക്കെ മെച്ചമായിരിക്കും. നല്ല ആരോഗ്യമുള്ള ദിവസമാണ്. സൽപുത്ര ഭാഗ്യം ഉൾപ്പെടെ പ്രശസ്തിയും അംഗീകാരവും ഒക്കെ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സുഹൃത്തുക്കൾ, സൗകര്യങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങളും ഒക്കെ അവർക്ക് അനുകൂലമായി വന്നു ചേരും. തൊഴിൽപരമായിട്ടുള്ള നേട്ടവും ദാമ്പത്യ ജീവിത വിജയവും എല്ലാം കൊണ്ടും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം. എന്നാൽ ചിലരെ സംബന്ധിച്ച് തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ അപ്രീതി ഉണ്ടാകുവാനോ പിതാവുമായിട്ടുള്ള ശത്രുത ഉണ്ടാകുവാനോ പിതാവ് മുഖേന നഷ്ടം വന്നു ചേരുവാനോ പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തിനർത്ഥങ്ങളൊക്കെ വന്നു ചേരുവാനോ സാധ്യത ഉണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകീരൻ 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച്
അവർക്ക് നല്ല കാര്യങ്ങൾ എന്ന് തോന്നുന്നതിന് വേണ്ടി പണം ചിലവാക്കും അല്ലെങ്കിൽ ചിലവഴിക്കും. അങ്ങനെ ചിലവഴിക്കുന്ന പണം നഷ്ടപ്പെട്ടു പോകും. നല്ല കാര്യമായിട്ട് അത് ഫലം തരത്തില്ല. അതൊരു അനാവശ്യ കാര്യമായിട്ട് പിന്നീട് അത് മാറും. അങ്ങനെ ധനനഷ്ടം വന്നു തീരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം. എങ്കിലും ഈ ജാതകരെ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടവും വ്യക്തിപരമായ ജീവിത നേട്ടവും ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചു പോകുന്നവർക്ക് അതൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ അവരെ തേടി വരുന്നു. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ അവരെ തേടി വരുന്നു. ഈശ്വരവിശ്വാസവും പ്രാർത്ഥനയും ഉള്ളവർക്കൊക്കെ നല്ല അനുകൂലമായ ജീവിത സാഹചര്യം ഉണ്ടാകുന്ന ഒരു സമയമാണിപ്പോൾ. തീർച്ചയായിട്ടും ദൈവവിശ്വാസം വർദ്ധിപ്പിക്കുക, പ്രാർത്ഥിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ കൂടുതൽ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ അനുകൂലമായ ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല പൂയമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ക്ഷീണമോ തളർച്ചയോ അലസതയോ ഉത്സാഹക്കുറവോ താല്പര്യക്കുറവോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകാം. മാതാവിന് ക്ലേശമോ എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ചെറിയ രീതിയിലൊക്കെ അങ്ങനെ വന്നു തീരുവാൻ സാധ്യതയുണ്ടെങ്കിലും ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. അപ്പോൾ ധനപരമായ നേട്ടം ഉണ്ടായാൽ കൃഷികാര്യങ്ങളിൽ കൂടിയും തൊഴിൽ കൂടിയൊക്കെ എവിടുന്നെങ്കിലും ധനം വന്നു ചേർന്നാൽ പോലും ആ ധനം കയ്യിൽ നിൽക്കണമെന്നില്ല. ബന്ധുമിത്രാദികൾക്ക് വേണ്ടി അതൊക്കെ ചെലവഴിച്ച് കളയുന്ന ഒരു ദിവസമായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യമൊക്കെ വന്നു ചേരാൻ ഇടയുണ്ട്. മനസ്സോടുകൂടി ബന്ധുമിത്രാദികൾക്ക് വേണ്ടി ചെലവഴിക്കുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണെന്നുള്ളതും പ്രത്യേകിച്ച് എടുത്തു പറയുന്നു. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതം അത്ര തൃപ്തികരമായ അനുഭവത്തിൽ കൂടി പോകണമെന്നില്ല എന്നുള്ളതും കർക്കിടകക്കുറുകാരുടെ ഒരു പ്രത്യേക അനുഭവമായിട്ട് വ്യാഴാഴ്ച ദിവസം വന്നു ചേരുന്നു എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ധനപരമായ നേട്ടം തൊഴിൽ കൂടി ഉണ്ടാകുന്നൊരു സാഹചര്യമാണ്. നീതിയും മര്യാദയും ഒക്കെ അവർ വെച്ചു പുലർത്തുന്നൊരു ദിവസമാണ്. മാന്യമായ തൊഴിൽ ചെയ്ത് ധനം സമ്പാദിക്കുന്നൊരു ദിവസമാണ്. ബന്ധുജനങ്ങളിൽപ്പെട്ട് അറിയുന്ന അല്ലെങ്കിൽ സ്വജനങ്ങളാൽ അറിയപ്പെടുന്നവരായി മാറുന്നൊരു ദിവസമാണ്. മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുവാനും ആദരിക്കപ്പെടുവാനും അവരുടെ കഴിവുകളെ മറ്റുള്ളവർ അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ദിവസമാണ്. ഈ ജാതകരെ സംബന്ധിച്ച് ഈശ്വരവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്നൊരു ദിവസമാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടവും അല്പം കുറവാണെങ്കിൽ പോലും തരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങൾ തന്നെയായിരിക്കും വ്യാഴാഴ്ച ദിവസം ഈ നാളുകാരെ തേടി വരിക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പക്ഷെങ്കിൽ ചിങ്ങക്കുറുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിൻ്റെ അധിപനായിട്ട് വ്യാഴം സ്വാധീനിക്കുന്നവർക്ക് ഒരു പക്ഷെങ്കിൽ ഈ പറഞ്ഞ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഉത്രം മുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ഒരു ദിവസമാണ്. ഭാഗ്യക്കേടുകളായിട്ടാണ് കൂടുതൽ ആൾക്കാരുടെയും ജീവിതത്തിൽ ഇത് വന്നു ചേരുക. ഏഴിൽ നിൽക്കുന്ന രാഹു ഭാഗ്യമൊക്കെ തടസ്സപ്പെടുത്തി കളയുന്നു. എങ്കിലും തരക്കേടില്ലാത്ത ജീവിത സാഹചര്യത്തിൽ കൂടി കന്നിക്കുറുകാർക്ക് പോകാമെന്നൊരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. കന്നിക്കുറുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ ഒരു മാറ്റമൊക്കെ വന്നു ചേരുന്നൊരു സമയമാണ്. മറ്റൊരു മേഖലയിലേക്ക് കടന്നു കയറുവാൻ സാധ്യതയുള്ളൊരു സമയമാണെന്നുള്ളതും പ്രത്യേകിച്ച് എടുത്തു പറയുന്നു. അപ്പോൾ കന്നിക്കൂറുകാരുടെ ജീവിതത്തിൽ ഉദ്ദേശിച്ച പോലെയുള്ള അവർ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള നേട്ടങ്ങളൊന്നും വന്നു ചേരത്തില്ലെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വ്യത്യസ്തമായ തൊഴിൽ മേഖലയിലേക്കൊക്കെ ചേക്കേറുവാൻ അല്ലെങ്കിൽ മറ്റൊരു മേഖലയിലേക്ക് കടന്നുപോയി പ്രവർത്തിക്കാനൊക്കെ താല്പര്യം ഉണ്ടാവുകയും ഉത്സാഹം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പക്ഷെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയ്ക്കൊത്തുള്ള നേട്ടം ഉണ്ടാകുന്നില്ല. 12ാം ഭാവത്തിൻ്റെ അധിപൻ ഉച്ചനായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടും നേട്ടമൊന്നും ഉണ്ടാകണമെന്നില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അത് മേടൻ രാശിയിൽ നിന്നും സൂര്യൻ മാറണം. അപ്പോൾ 12ാം ഭാവത്തിൻ്റെ അധിപനായ സൂര്യൻ ഉച്ചനായിട്ട് നിൽക്കുന്നത് കൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരണമെന്നില്ല. അങ്ങനെയും ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ സൂര്യൻ ഇനി ഇടവൻ രാശിയിലേക്ക് പോകുമ്പോഴാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതിൻ്റെയും പ്രയത്നിക്കുന്നതിൻ്റെയൊക്കെ ഫലം പൂർണ്ണമായിട്ട് ഇവരിൽ വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം അവർക്ക് വാസസ്ഥലം മാറേണ്ടിയ ഒരു സാഹചര്യം വന്നു ചേരാൻ സാഹചര്യമുണ്ട്. വീട് വിട്ട് മാറി താമസിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം വിട്ട് മറ്റൊരിടത്തേക്ക് മാറാനോ ഒക്കെ ഉള്ള സാഹചര്യം അവരെ തേടി വരും. ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമല്ല. സ്ത്രീകളെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളില്ലാതെ ദാമ്പത്യ ജീവിതം കടന്നു പോകും. മക്കളെ കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ കുറവായിരിക്കും. അതുപോലെ തന്നെ ധനഹാനിയൊക്കെ സംഭവിക്കാം, മനോദുഃഖമൊക്കെ സംഭവിക്കാം. പക്ഷേ എങ്കിലും സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നുണ്ടെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ബുദ്ധിപരമായിട്ടുള്ള പരാജയം കൊണ്ടും ജീവിതത്തിൽ തിക്താനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു അറിവോടുകൂടി ജീവിക്കുക. മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ മെച്ചമാകണമെന്നില്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള അനുഭവങ്ങൾ തൃപ്തികരമാകണമെന്നില്ല അല്ലെങ്കിൽ അനുകൂലമാകണമെന്നില്ല.
സ്വന്തം കഴിവുകൊണ്ട് ബുദ്ധി കൊണ്ടുള്ള പ്രവർത്തനം വിജയിക്കണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യമൊക്കെ ഉണ്ടെങ്കിലും സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ സഹായത്തിനായിട്ട് ഓടി വരികയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒരു വലിയ നേട്ടമായിട്ട് ഇപ്പോൾ ഇവർക്ക് പോകുന്നില്ല. ചില നീചമായ അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുക എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാല അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് സൗഭാഗ്യകരമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. നല്ല സന്തതികൾ അല്ലെങ്കിൽ മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നൊരു ദിവസമാണ്. ധനധാന്യം, ലാഭമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ബുദ്ധിശക്തി വർദ്ധിക്കുകയും വിദേശ ജോലിക്കും ഒക്കെ പോകാൻ അനുകൂലമായ സമയമാണ്. വിദേശത്ത് ജോലിക്കൊക്കെ പോകാൻ അനുകൂലമായ സാഹചര്യമാണ്. വിവാഹമൊക്കെ ആലോചിച്ച് നടത്തുവാൻ അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് ഉള്ളതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എന്നാൽ ചിലരുടെയൊക്കെ ജീവിതത്തിൽ 5-ലെ ശനി ദോഷമായ അനുഭവങ്ങളെ കൊടുക്കുന്നുണ്ട്. പലരും ഇനിയിപ്പോൾ 2.5 വർഷക്കാലം മാനസികമായിട്ടുള്ള വെല്ലുവിളികളൊക്കെ ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഈശ്വരവിശ്വാസം വർദ്ധിപ്പിക്കുക. അപ്പോൾ തരക്കേടില്ലാത്ത ജീവിത സാഹചര്യങ്ങളാണ്. വലിയ നേട്ടമല്ല, തരക്കേടില്ലാതെ ജീവിച്ചു പോകാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ഇപ്പോൾ ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാല അനിഴം കേട്ട നാളുകൾക്കുണ്ടെന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് രോഗം, ദുഃഖം, കടബാധ്യതകളാലുള്ള വലിയ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒന്നും അവർക്ക് അനുഭവത്തിൽ വന്നു ചേരുന്നില്ല. എങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും വലിയ കാര്യമായിട്ട് ഉണ്ടാകുന്നില്ല. തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടമൊന്നും ഇവർക്കില്ല. 4-ലെ ശനി കണ്ടകശനിയായിട്ട് ഇവരുടെ ജീവിതത്തിൽ പലരുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഇനി മുമ്പോട്ട് കടന്നു വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഈശ്വരവിശ്വാസം വർദ്ധിപ്പിക്കുക, ശനീശ്വരനോട് പ്രാർത്ഥിക്കുക. പ്രതിസന്ധികളിൽ നിന്നൊക്കെ കരകയറാൻ വേണ്ടി, കാര്യതടസ്സമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രാർത്ഥന ആവശ്യമാണ്. പലർക്കും തൊഴിൽപരമായിട്ടുള്ള സ്ഥിതിയൊന്നും അത്ര മെച്ചമല്ല. അപ്പോൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളും തന്നെയാണ് ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച് നിലനിൽക്കുന്നത്. കണ്ടകശനി സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇനിയിപ്പോൾ വ്യാഴം ഇവർക്ക് 7-ലേക്ക് വരുമ്പോൾ മാത്രമാണ് സുഖവും ദുഃഖവും ഒരുപോലെ പോകുന്ന ഒരു ജീവിത സാഹചര്യം ഉണ്ടാകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. 4-ൽ ശനി നിൽക്കുന്നു. അപ്പോൾ 7-ലേക്ക് വ്യാഴം വരും. അപ്പോൾ ഒപ്പത്തിനൊപ്പം പ്രതിസന്ധികളും പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാനായിട്ട് ഒപ്പത്തിനൊപ്പം ഒരു ശേഷി ഉണ്ടാകുന്ന അല്ലെങ്കിൽ ശക്തി വർദ്ധിക്കുന്നൊരു സാഹചര്യമാണ് ഇനിയിപ്പോൾ ഇവർക്ക് വരാൻ പോകുന്നത് എന്നുള്ളതും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും വ്യാഴാഴ്ച ദിവസത്തെ അനുഭവം വലിയ മെച്ചമായിട്ടുള്ള അനുഭവങ്ങളൊന്നും തന്നെ വന്നു ചേരുവാൻ സാധ്യതയില്ല എന്നുള്ളതും അറിഞ്ഞ് ജീവിക്കുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, ഔട്ടൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് നല്ല സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. ധനമൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. പല കാര്യങ്ങളിലും അറിവുള്ളവരായിട്ട് ശോഭിക്കുന്നൊരു ദിവസമാണ്. നല്ല ആരോഗ്യമുള്ളൊരു ദിവസമാണ്. നല്ല തൊഴിൽപരമായിട്ടുള്ള നേട്ടവും ഏതൊരു കാര്യത്തിൽ ഇടപെട്ടാലും വിജയം കൈവരിക്കാനും ഒക്കെ അനുകൂലമായൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുള്ളൂ. എന്നാൽ ചിലരെ സംബന്ധിച്ച് 12-ാം ഭാവത്തിൻ്റെ അധിപനായിട്ടാണ് വ്യാഴം സ്വാധീനിക്കുന്നതെങ്കിൽ ധനനഷ്ടവും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ പരാജയമൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതേസമയത്ത് 3-ാം ഭാവത്തിൻ്റെ അധിപനായിട്ടാണ് ഈ വ്യാഴം ഇവരെ സാധിക്കുന്നതെങ്കിൽ നല്ല സുഹൃത്തുക്കളും സൗകര്യങ്ങളും ഒക്കെ ഇവർക്ക് ഉണ്ടാകുന്ന ദിവസമാണ്. അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കൊണ്ടും സൗകര്യങ്ങളെ കൊണ്ടും ഒക്കെ നേട്ടങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ധനപരമായ നേട്ടം, കാര്യവിജയമൊക്കെ ഇവർക്ക് ഉണ്ടാകുന്നൊരു ദിവസവുമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. 12-ലെ വ്യാഴമായിട്ടാണ് സ്വാധീനിക്കുന്നതെങ്കിൽ നേട്ടമൊന്നും വന്നു ചേരണമെന്നില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് പല വിധത്തിൽ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. വാഹനയോഗം, വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. എല്ലാവരും ബഹുമാനിക്കുവാനും ആദരിക്കുവാനും സാധ്യതയുള്ള ദിവസമാണ്. സമ്പത്തൊക്കെ വർദ്ധിക്കുവാൻ സാധ്യതയുള്ള സാഹചര്യമാണ്. ഈ ജാതകരെ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടവും, സ്ത്രീകൾ മുഖേനയുള്ള ധനപരവും ഭാഗ്യാനുഭവങ്ങളും ഒക്കെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. തൊഴിൽപരമായിട്ടുള്ള സ്ഥിതിയൊന്നും അത്ര മെച്ചമല്ല എങ്കിലും മറ്റ് കാര്യങ്ങളിൽ ഇവർക്ക് നേട്ടങ്ങൾ വന്നു ചേരുന്നൊരു സാഹചര്യമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായിട്ടുള്ള നീചാവസ്ഥ ഇവർക്ക് തൊഴിൽ മേഖലയിൽ അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ നീചമായ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ള അറിവോടുകൂടി ജീവിക്കുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൊരുട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് അവർക്ക് അലസത, കാര്യപ്രാപ്തിക്കുറവൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊന്നും തികയാതെ കടം മേടിക്കേണ്ടിയൊക്കെ സാഹചര്യം വരും. കുടുംബസുഖ ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല.
എങ്കിലും മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളും മാതാവിനെ കൊണ്ടുള്ള അനുഭവങ്ങളും അവർക്ക് വലിയൊരു നേട്ടമായിട്ട് നിലനിൽക്കുന്ന അല്ലെങ്കിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. അതിൻ്റേതായ സന്തോഷവും സമാധാനവും ദാമ്പത്യ ജീവിതത്തിലും കുടുംബജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും തൊഴിൽപരമായിട്ടുള്ള മേഖലയിലൊക്കെ അവർക്ക് അനുഭവപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേട്ടമാണ് അവർക്ക് വന്നു. എങ്കിലും തൊഴിലിടങ്ങളിൽ നിന്നുള്ള സ്ഥിതിയൊന്നും മെച്ചമാകണമെന്നില്ല. തൊഴിൽ കൂടി കിട്ടുന്ന ധനം തികണമെന്നില്ല. കടം മേടിക്കേണ്ട സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. എങ്കിലും ഈ പ്രതിസന്ധികൾക്കൊക്കെ പരിഹാരമായിട്ട് മക്കളും മാതാവും അവരെ സഹായിക്കാൻ സാധ്യതയുള്ളൊരു സാഹചര്യം ഉണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി നക്ഷത്രഫലമായിട്ട് പങ്കുവച്ചത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.